ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ അവതരിപ്പിക്കുന്ന സർഗോത്സവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലെ പ്രവൃത്തി പരിചയ ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഒരു പ്രവർത്തനമാണ് ചന്ദനത്തിരി നിർമ്മാണം. സുഗന്ധി എന്ന് പേരിട്ട ചന്ദനത്തിരികൾ വിദ്യാലയത്തിലെ സ്റ്റാൾ വഴി വിപണനം നടത്തിവരുന്നു. വിലക്കയറ്റം നേടുന്ന ഈ കാലഘട്ടത്തിൽ നിസ്സാര വിലയ്ക്ക് വിൽപ്പന നടത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. മൊബൈൽ ഫോൺ ഇന്നത്തെ താരമോ അതോ നാളെയുടെ ശാപമോ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നായകനോ പ്രതിനായകനോ ഒക്കെയായി എത്തുന്ന ഈ കൊച്ചു വീരനെ നമുക്കൊന്ന് കാണാം. മൂകാഭിനയത്തിൻ രസകരമായ ഭാവത്തിലൂടെ നമുക്ക് മുമ്പിൽ എത്തുന്നത് ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലെ ഭാരത് സ്കൗട്ട്സ് ടീം അംഗങ്ങൾ.
ഗൊമോറവും. ദൈവേഷ്ടത്തിന് വിരുദ്ധമായി ജീവിച്ച 2 നഗരങ്ങൾ. മാനസാന്തരപ്പെടുവാൻ പല അവസരങ്ങൾ നൽകിയിട്ടും വഴങ്ങാതിരുന്ന പാപസാങ്കേതങ്ങൾ. അവസാനം ദൈവത്തിൻ കോപാഗ്നിയിൽ കത്തിച്ചാമ്പലാകാൻ വിധിക്കപ്പെട്ട സോദോമിൻ്റെയും ഗൊമോറയുടെയും കഥ പറയുന്നു അപർണയും ടീം അംഗങ്ങളും. കലാസ്നേഹികളെ, ഗുരുജനങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കഥയാണ് ഞാൻ ഇന്നിവിടെ കഥാപ്രസംഗ രൂപേണ അവതരിപ്പിക്കുവാൻ പോകുന്നത്. നന്മ തന്നെയായ ദൈവത്തിനെതിരെ തിന്മയുടെ അട്ടഹാസം മുഴക്കിയ മനുഷ്യവൃന്ദത്തിന് ദൈവശാപത്തിന്റെ കനത്ത തീജ്വാലകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന കഥ. ദൈവവിശ്വാസത്തെ കാറ്റിൽ പറത്തി തിന്മയുടെ ലോകത്തെ പുൽകിയ ഒരു ശാപജനതയുടെ കഥ. നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ ഈ എളിയ കലാസൃഷ്ടി ഞങ്ങളിവിടെ സവിനയം കാഴ്ചവെക്കുന്നു. സോദോം ഗൊമോറ. അന്തിമേഘങ്ങൾ നിരന്നു, ആകാശം ചെമ്പട്ടണിഞ്ഞു, രാപ്പാടിയിടങ്ങൾ മൂളി, രാവിൻ വരവിനൊരുങ്ങി. മനോഹരമായ ഒരു സായം സന്ധ്യ. ആഴിയും ആകാശവും ചുവന്ന പട്ടണിഞ്ഞു നിൽക്കുന്നു. രാപ്പാടികളുടെ സംഗീതം ഭൂമിയിലെങ്ങും മുഴങ്ങി. പകലിന് വിശ്രമം നൽകിക്കൊണ്ട് രാത്രിക്ക് ജന്മം നൽകുന്ന സന്ധ്യ. ഈ സന്ധ്യയിൽ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന അബ്രഹത്തിന്റെ കൊച്ചു കൂടാരത്തിലേക്ക് 2 ദേവദൂതന്മാർ കടന്നു വന്നു. ഇന്നു അരുതാത്തത് പ്രഖ്യാപിക്കുവാൻ പോകുന്നത് പോലെ അവരുടെ വദനം മ്ലാനമായിരുന്നു. മുഖവുര കൂടാതെ അവർ അബ്രഹത്തോട് ഇങ്ങനെ പറഞ്ഞു: ധർമ്മം നശിക്കുന്ന, ധർമ്മം പെരുകുന്നു, ദൈവമേ തൊട്ടും ക്ഷമിക്കുകയില്ല. നന്മകൾ ചെയ്യാതെ തിന്മ പെരുകിയാൽ ദൈവമേ നാടിനെ ഭസ്മമാക്കും. പരമകാരുണ്യവാനായ ദൈവത്തിന് പ്രിയങ്കരനായ അബ്രഹാം, സർവ സൃഷ്ടികൾക്കും ജനന മരണങ്ങളുണ്ട്. സൃഷ്ടവസ്തുക്കളുടെ താളം തെറ്റിയാൽ സർവനാശത്തിന്റെയും ദുരന്തം ഭൂമി ഏറ്റുവാങ്ങേണ്ടി വരും. ഇവിടെയും താളം പിഴച്ച ചുവടുവെപ്പുകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. താങ്കൾ ഇന്നും അഭിമാനത്തോടെ ഓർക്കുന്ന ഈ ജന്മഭൂമിക്ക് നാശം സംഭവിക്കാൻ പോകുന്നു. ഒരു നിമിഷം അബ്രഹാം സ്തബ്ധനായിപ്പോയി. അതരങ്ങൾ വിറച്ചു. അദ്ദേഹം ചോദ്യരൂപേണ ദേവദൂതന്മാരെ നോക്കി. അബ്രഹത്തിന്റെ മൗനം വാചാലമായിരുന്നു. ദേവദൂതർ അരുൾ ചെയ്തു: ശലഭങ്ങളെരിയുന്ന പോലെ, ശരറാന്തൽ വീണു തകരുന്ന പോലെ, ഉടയുന്ന കളിമൺ തളികയെ പോലെ നശിക്കും മറയും ഈ നഗരങ്ങൾ രണ്ടും. നീലാകാശം പിളർന്നിറങ്ങുന്ന ഘോരാഗ്നിയിൽ ഈ നഗരങ്ങൾ രണ്ടും വെന്തു വെണ്ണീരാകും. ആകാശത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന ഗന്ധത്താൽ സർവജീവജാലങ്ങളും ശ്വാസം മുട്ടി മരിക്കും. ഈശ്വരകോപം ശമിപ്പിക്കുവാൻ ഞങ്ങൾ അശക്തരാണ്. താങ്കൾ ജഗത് നിയന്താവിനോട് യാചിക്കൂ. താങ്കൾക്ക് നല്ലത് ഭവിക്കട്ടെ. മാലാഖമാർ അപ്രത്യക്ഷരായി. നീതിമാനും നിഷ്കളങ്കനുമായ അബ്രഹാം ദൈവത്തോട് യാചിച്ചു: ജഗത് പിതാവേ, പ്രപഞ്ചനാഥ, കരുണ തൂകണേ ഇവരിൽ നീ. പിതാവേ, കരുണാമയനായ തമ്പുരാനെ, അറിഞ്ഞോ അറിയാതെയോ ഈ നഗരവാസികൾ ചെയ്തു പോയ അപരാധങ്ങളെല്ലാം ക്ഷമിച്ച് നിത്യനാശത്തിൽ നിന്നും ഈ ജനങ്ങളെ കാത്തു രക്ഷിക്കണേ. ഈ നഗരവാസികൾക്ക് വേണ്ടി അങ്ങേക്ക് ഞാൻ വാക്ക് തരുന്നു. പാപവഴികൾ ഉപേക്ഷിച്ച് അങ്ങിലുള്ള വിശ്വാസത്തിലേക്ക് ഞങ്ങൾ മടങ്ങി വരാം. എന്നാൽ അബ്രഹത്തിന്റെ ആത്മവിലാപം ദൈവത്തിന്റെ കണ്ണു തുറപ്പിച്ചില്ല. സൃഷ്ടവസ്തുക്കളിൽ നിന്നും സോദോം ഗൊമോറ എന്നീ നഗരങ്ങളെ എന്നേക്കുമായി തുടച്ചു നീക്കുവാൻ ദൈവം തീരുമാനിച്ചിരുന്നു. എന്നാൽ തോറ്റുമടങ്ങാൻ അബ്രഹാം തയ്യാറല്ലായിരുന്നു. ഒരു സാന്ത്വന വാക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് അബ്രഹാം ഈശ്വര സന്നിധിയിൽ വീണ്ടും വീണ്ടും നിവേദനങ്ങൾ അർപ്പിക്കാൻ തുടങ്ങി. 100 പേരെങ്കിലും നല്ലവരുണ്ടെങ്കിൽ ദൈവമേ നാശം വിതയ്ക്കരുതേ. സൃഷ്ടിസ്ഥിതി സംഹാര ശക്തിയായ ദൈവമേ, ഞാൻ അങ്ങയെ പൂർണ്ണമായി അറിയുന്നു.
അവിടുത്തെ അനന്തമായ സ്നേഹത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. മനുഷ്യൻ ദുർബലനാണ്, അയോഗ്യനാണ്. ഈ നഗരവാസികൾ ചെയ്തു കൂട്ടിയ എല്ലാ അപരാധങ്ങൾക്കും ഞാൻ മാപ്പിറക്കുന്നു. നഗര കവാടങ്ങളിലും തെരുവോരങ്ങളിലും കുടിലുകളിലും കൊട്ടാരങ്ങളിലും ഞാൻ കയറിയിറങ്ങാം. നീതിമാന്മാരായ 100 പേരെ ഞാൻ അങ്ങേക്ക് തരാം. അവരെ ഓർത്ത് അങ്ങേ നഗരങ്ങളെ നശിപ്പിക്കരുത്. സമസ്ത സൃഷ്ടികളുടെയും നാഥനായ ദൈവം അബ്രഹത്തിന്റെ പ്രാർത്ഥന കേട്ടു. സോദോം ഗൊമോറ നഗരങ്ങളിൽ അധിവസിക്കുന്ന നീതിമാന്മാർക്കു വേണ്ടി ദൈവം കാത്തിരുന്നു. അബ്രഹാം നഗരത്തിന്റെ ഓരോ കോണിലും ഓടി നടന്ന് തമ്പുരാന്റെ സന്ദേശം അറിയിച്ചു. സോദോം ഗൊമോറ നിവാസികളെ, ദുരന്തത്തിന്റെ നാളുകൾ എത്തിക്കഴിഞ്ഞു. നിത്യം നാശത്തിലേക്ക് പതിക്കാതിരിക്കാൻ പാപവഴികൾ ഉപേക്ഷിച്ച് മടങ്ങി വരൂ, പശ്ചാത്തപിക്കൂ, പാപപരിഹാരം ചെയ്യൂ. എന്നാൽ അബ്രഹത്തിന്റെ വാക്കുകൾ വെറും വനരോധനങ്ങളായിത്തീരുന്നു. സമ്പന്നതയിലും ആർഭാടത്തിലും സുഖലോലപതയിലും മുഴുകിക്കഴിഞ്ഞ ആ ജനം അദ്ദേഹത്തെ പരിഹസിച്ചു. വ്യാജപ്രവാചകാരോപദേശങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾക്കു നേരമില്ല. എടോ കള്ളപ്രവാചക, തന്റെ നിരർത്ഥകമായ ഉപദേശങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല. ജരാനരകൾ ബാധിച്ച് വൃദ്ധനായ തനിക്ക് ജീവിതം അടുത്ത് കാണും. പക്ഷേ ഞങ്ങൾ ജീവിതം ആസ്വദിക്കുകയാണ്. ഞങ്ങളുടെ സുഖസമ്പന്നതയിൽ താങ്കൾക്ക് അസൂയ തോന്നിയേക്കാം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക. ജീവിതം അടുത്ത താങ്കൾ കാഷായ വസ്ത്രം ധരിച്ച് ഏതെങ്കിലും വനത്തിൽ പോയി തപസ് അനുഷ്ഠിക്കുക. മേലിൽ ഞങ്ങളെ മാനസാന്തരപ്പെടുത്താൻ താൻ ഈ വഴിക്ക് വരരുത്, പോയിക്കോളൂ. ഉപദേശിക്കുവാൻ ചെന്ന അബ്രഹാം അവഹേളിതനായി മടങ്ങി. അദ്ദേഹം യഹോവയുടെ മുന്നിൽ തോൽവി സമ്മതിച്ചു. ഭക്ഷിക്കുകയും കുടിക്കുകയും ഉറങ്ങുകയും ഉണരുകയും ഒക്കെ ചെയ്യുന്ന ജീവനുള്ള മനുഷ്യരും പലരെയും ഞാൻ സമീപിച്ചു. പക്ഷേ മനുഷ്യവേഷം ധരിച്ച അവരുടെ ഹൃദയം ഒരിക്കലും മലിയാത്ത കരിങ്കല്ലിൽ ചമച്ചതാണ്. പക്ഷി മൃഗാദികളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും രക്ഷിക്കണമെന്ന് എനിക്ക് മോഹമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ശ്രമം വിഫലമായി. ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു പിതാവേ, ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. ഇനി അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അബ്രഹാം ഈശ്വര സന്നിധിയിൽ മിഴിനീരൊഴുക്കി. അകലെയാ കൊച്ചു ഗ്രാമീണ പാതയിൽ തകരദീപം കരിന്തിരി കത്തുന്നു. ക്ഷണികമാം ചെറുജ്വാലയിൽ മിഴിനട്ടു പ്രണിതമാനസനായിരുന്ന അബ്രഹാം. താൻ ജനിച്ചു വളർന്ന മണ്ണ്, താൻ സ്നേഹിക്കുന്ന അരുവിയും പുഴയും തടാകവും വൃക്ഷലതാദികളും മനുഷ്യരും കുന്നും മലയും പുല്ലും പുഷ്പവും എല്ലാം വെന്ത് വെണ്ണീരാകുവാൻ പോകുന്നു. നാളെ ഈ തെരുവ് ദീപത്തിന്റെ നാളങ്ങൾ തെളിയുകയില്ല. നാളെ ഈ മണ്ണിൽ ഒരു വാനം പാടുകയില്ല. അബ്രഹാം ഹൃദയം നുറുങ്ങി കരഞ്ഞു. എഴുതിതൻ പലകയിൽ അവസാന വിധിവാചകം: ശാപാഗ്നിയിൽ നീറി നഗരങ്ങളെരിയട്ടെ. ദൈവം ദുഷ്ടരായ സോദോം ഗൊമോറ നിവാസികളെ നിഗ്രഹിക്കുവാൻ വിധിവാചകമെഴുതി. ഒരു കൊച്ചു വീടുണ്ട് നഗരത്തിൻ ചാരത്ത്, ദൈവത്തിനു പ്രിയമേറും ലോത്തിന്റെ ചെറുവീട്. എന്നാൽ സോദോം ഗൊമോറ നഗരങ്ങളിൽ ദൈവഹിതത്തിനൊത്തു ജീവിച്ച ഒരു കുടുംബമുണ്ടായിരുന്നു. അബ്രഹത്തിന്റെ സഹോദരനായ ലോത്തും ഭാര്യയും മക്കളുമായിരുന്നു അവർ. വരാൻ പോകുന്ന കൊടിയ വിപത്തിൽ നിന്നും ഈ കുടുംബത്തെ രക്ഷിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ലോത്തിന്റെ ഭവനത്തിലെത്തിയ മാലാഖമാർ ദൈവ സന്ദേശം അറിയിച്ചു. ദുരന്തം വിഴുങ്ങും ഈ മണ്ണിൽ ആർത്തനാദങ്ങളെങ്ങും മുഴങ്ങും. തിരിഞ്ഞു നോക്കിയിടല്ലേ നിങ്ങൾ ഘോരശാപം ഗ്രസിക്കുന്ന ഭൂവിൽ. കോപിഷ്ഠനായ ദൈവം തീയും ഗന്ധകവും ഇറക്കി ദുഷ്ടരായ സോദോം ഗൊമോറ നിവാസികളെ നിഗ്രഹിക്കുവാൻ പോകുന്നു. അതിനാൽ സാത്വികരായ നിങ്ങൾ ഈ നഗരം ഉപേക്ഷിച്ച് പലായനം ചെയ്യൂ. ഇതൊരു ദുരന്ത ഭൂമിയാകാൻ പോകുന്നു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്: പരിത്യജിച്ച ആ നഗരത്തിൽ
എന്തൊക്കെ സംഭവിച്ചാലും ആരും ഒരിക്കലും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്ന യഹോവയുടെ കൽപ്പനയാണ്. അധികം താമസിയാതെ ലോത്തും കുടുംബവും കിട്ടിയതൊക്കെ എടുത്തുകൊണ്ട് നഗരം വിട്ട് ഓടാൻ തുടങ്ങി. അവർ സോദോമിന്റെയും ഗോമോറയുടെയും നഗരാതിർത്തികൾ പിന്നിട്ടപ്പോൾ അണ്ടകടാഹം വിറച്ചു, അലതലയാഴി കരഞ്ഞു, ആകാശമേലാപ്പിൽ നിന്നും അഗ്നി വർഷിക്കാൻ തുടങ്ങി. ലോത്തും കുടുംബവും സോദോമിന്റെയും ഗോമോറയുടെയും നഗരാതിർത്തികൾ പിന്നിട്ടപ്പോൾ നാശത്തിന്റെ അഗ്നിസ്ഫുലിംഗങ്ങൾ ആകാശം പിളർന്നിറങ്ങി സോദോമിനെയും ഗോമോറയെയും നക്കി തുടിക്കാൻ തുടങ്ങി. തീയൽ വിഭജിച്ച പുഴുക്കളെ പോലെ മനുഷ്യർ വെന്തു നീറി. ആർത്തനാദങ്ങളും ദീനരോദനങ്ങളും. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ലോത്തിന്റെ ഭാര്യയുടെ മനസ്സിൽ അതിയായ ഉത്കണ്ഠ വർദ്ധിച്ചു. ദൈവമരുൾ ചെയ്ത കാര്യങ്ങൾ അവൾ മറന്നു. അതിവേഗം ഓടിക്കൊണ്ടിരുന്ന ആ കൂട്ടത്തിൽ നിന്ന് അവൾ മാത്രം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. സംഭവിക്കേണ്ടത് തന്നെ സംഭവിച്ചു. ക്ഷണം നേരം കൊണ്ട് കല്ലിൽ കൊത്തിയ പ്രതിമ പോലെ, ചേതനയേറ്റ ജഡം പോലെ അവൾ ഉരുപ്പത്തൂണായി നിശ്ചലം നിന്നു. ലോത്തും മക്കളും രക്ഷപ്പെടുകയും ചെയ്തു. അബ്രഹാം കണ്ണുനീരൊഴുക്കി. കരളുരുകി കരയും കാറ്റേ, കടലോര കാറ്റേ, ജനമൃതികൾ അറിഞ്ഞു നീ ചുടുകണ്ണീർ കാറ്റേ. തീരത്തേക്കാനടിക്കുന്ന ചൂടുള്ള കാറ്റ് ജനന മരണങ്ങൾ അതറിയുന്നില്ല. വിരഹ ദുഃഖങ്ങളുടെയും വേർപാടിൻ്റെയും മിങ്ങലുകളും അതിനറിഞ്ഞുകൂടാ. എങ്കിലും കണ്ണീർ വറ്റിയുണങ്ങിയ ആ ചൂടുള്ള കാറ്റ് അപ്പോഴും സമതലങ്ങളിൽ വീശി അടിച്ചുകൊണ്ടിരുന്നു. സോദോം ഗോമോറ നഗരങ്ങളുടെ നഷ്ടാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയ ചാവുകടലും അതിൻ്റെ തീരത്തു നിൽക്കുന്ന ഉരുപ്പുതൂണും കഴിഞ്ഞുപോയ ദുരന്തകഥയുടെ മൂകസാക്ഷികളാണ്. വിശ്വാസം ത്യജിച്ച ഒരു ജനതയുടെ ശാപസ്മാരകമായാണ് ഇന്നും നിലകൊള്ളുന്നത്. പ്രിയമുള്ളവരെ, സോദോം ഗോമോറ ഇവിടെ പൂർണ്ണമാകുന്നു. സംഘനൃത്തത്തിൻ ചടുല താളവും ഭാവവുമായി ഇതാ ഞങ്ങളുടെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ. ചിദാനന്ദരൂപാ നമോസ്തുതേ. തമസ്സിൻ കൃതാത്ത കരുണീ പ്രകാശ പ്രഭോ. ആദിയില്ലാദാമിനെ മെനഞ്ഞെടുത്തീശ്വരൻ കർത്തനിൻ ഛായയിൽ കനിവാർന്നേവം.
അധ്യാപക അനധ്യാപക കൂട്ടായ്മയുടെ സ്വരമായി മാറിക്കൊണ്ട് ദിവ്യകാരുണ്യത്തെ ആരാധിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരും അനധ്യാപകരും.
ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും കാരുണ്യമേ, രോഗിക്കൗഷധമാ കാരുണ്യമേ. Yes.